സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേപ്പിലക്കട്ടി ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ 6 മാസം വരേക്കും കേടുകൂടാതെ ഇരിക്കും. കറിയൊന്നും ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ തൈരും കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്. ഇത് നാരങ്ങയുടെ ഇലയും കറിവേപ്പിലയുമാണ്. നാരങ്ങയുടെ ഇല തണ്ടില്ലാതെ കീറി മാറ്റി വയ്ക്കണം. ഈ ഇലയുടെ അടിയിൽ കാണുന്ന ഞരമ്പ് എന്ന് പറയുന്ന ഇത് എടുത്തു മാറ്റി കളയണം. അല്ലെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ഇലയുടെ അടിയിൽ കാണുന്ന എല്ലാം എടുത്തു മാറ്റിക്കളയാം. ഇത് ഒരു പിടി നാരങ്ങയുടെ ഇലയും അരപ്പിടി കറിവേപ്പിലയുമാണ് എടുക്കേണ്ടത്. ഇത് കുറച്ച് വ്യത്യാസം വന്നാലൊന്നും പ്രശ്നമില്ല. വേപ്പിലയും ഇതുപോലെ തണ്ടു മാറ്റിയ ശേഷമാണ് എടുക്കേണ്ടത്. ഇങ്ങനെ എല്ലാ തണ്ടുകളും എടുത്തു മാറ്റണം. ആദ്യം നമ്മൾ ഈ ഇല കഴുകി തുടച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷമാണ് ഇലകൾ ഞരമ്പ് മാറ്റി ചെറിയ കഷ്ണങ്ങളായി എടുക്കേണ്ടത്. ഇനി ഈ ഇലകൾ ഒന്ന് വറുത്തെടുക്കാം. ഓയിലൊന്നും ഒഴിക്കാതെയാണ് വറുത്തെടുക്കേണ്ടത്. കൈകൊണ്ട് പൊടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അതുവരെ വറുത്തെടുക്കണം. പൊടിയുന്നുണ്ടെങ്കിൽ മാറ്റി വയ്ക്കാം. എട്ട് വറ്റൽ മുളക്, ഒരു ചെറിയ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി, ഇവയാണ് വേണ്ടത്. ഇനി ഇവ ഓരോന്നായി വറുത്തെടുക്കാം. എല്ലാം എണ്ണയില്ലാതെയാണ് വറുത്തെടുക്കേണ്ടത്. ആദ്യം നമുക്ക് കടലപ്പരിപ്പ് വറുത്തെടുക്കാം. അത് ചുവന്ന് വരുമ്പോൾ മാറ്റിവെച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കും. അതും ഒന്ന് കളർ മാറുമ്പോൾ മാറ്റിവെച്ച് മല്ലി ഇട്ട് കൊടുക്കാം. മല്ലിയും ഇതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുളക് വറുത്തെടുക്കാം. മുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ വറുത്തു വെച്ച എല്ലാ കൂട്ടുകളും ഇട്ട് പുളിയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇത് പൊടിക്കുമ്പോൾ നല്ലതുപോലെ പൊടിക്കരുത്, കുറച്ച് തരിതരി പോലെ വേണം പൊടിക്കാൻ. അപ്പോഴാണ് നമുക്ക് കടിക്കാൻ കിട്ടുക. ഒരു നുള്ളി കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പ് ഇല്ലെങ്കിൽ ഏത് ഉപ്പാണോ കൈവശമുള്ളത് അത് ഇട്ട് കൊടുക്കാം. ഇനി ആദ്യം ഈ ഇലയൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ചേരുവ കൂടി പൊടിച്ചെടുക്കാം. പുളി അവസാനം ഇട്ടാൽ മതി. ഇങ്ങനെ പൊടിച്ചെടുത്ത കൂട്ട് ഒരു പാത്രത്തിൽ അടച്ചു വെച്ച് ആവശ്യമുള്ളപ്പോൾ മാത്രം വേപ്പിലക്കട്ടി ഉണ്ടാക്കിയാൽ നമുക്ക് കുറേ കാലം കേടുകൂടാതെ ഉപയോഗിക്കാം. ഇനി ഒരു പാനിൽ എള്ളെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി തണുത്ത ശേഷം ഈ പൊടികളിട്ട് ഒന്ന് ചേർത്തെടുക്കാം. ഇത് ചിലർ തൈരും കൂട്ടി ഒരു പറ ചോറുണ്ണും എന്ന് പറയാറുണ്ട്. തണുത്ത ശേഷമാണ് പൊടികൾ ഇടേണ്ടത്. വേണമെങ്കിൽ എണ്ണ ചൂടാക്കാതെയും ചേർത്ത് കൊടുക്കാം. ഇത് അധികവും പുറത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് അമ്മമാർ കൊടുത്തയക്കുന്ന ഒന്നാണ്. ഒന്നും ചൂടില്ലാതെ തന്നെയാണ് എണ്ണയൊഴിച്ച് ഇളക്കേണ്ടത്. ചൂടുണ്ടായാൽ അതിലുള്ള പരിപ്പുകളെല്ലാം കുതിർന്നു പോകും. അത് നമുക്ക് ഒന്ന് കടിക്കുമ്പോഴാണ് അതിൻ്റെ സ്വാദ് കിട്ടുക. അതുകൊണ്ടാണ് എണ്ണ ചൂടാക്കി തണുപ്പിച്ച ശേഷം ചേർക്കണം എന്ന് പറഞ്ഞത്. ഇനി എണ്ണ ചൂടാക്കാതെയും ചേർക്കാം. ഇനി ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇനി ഇത് നല്ല കുപ്പികളിൽ അടച്ചു വയ്ക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.